ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാനുള്ളത് നമ്മുടെ ചീരമ്പാടി ബംഗ്ലാവിൽ തന്നെയാണുള്ളത്. രാവിലെ ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ഫുള്ള് മഞ്ഞായിരുന്നു. അപ്പോൾ കോടയൊക്കെ ഒന്ന് ജസ്റ്റ് മാറി എന്ന് വിസിബിളായി വന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് അടിപൊളി വീഡിയോ വരും. അപ്പോൾ ചേട്ടൻ ഉണ്ടാക്കുന്ന ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു മഴയും കൂടെ പെയ്ത് ഞാൻ അകത്തേക്ക് കയറിയതാണ്. സൂപ്പർ ചായ. ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഇത് കുറേ പ്ലാനിങ് ഉണ്ട്. നമുക്ക് ടീ എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്യണം, ടീ പ്ലഗിങ് കാണണം, പിന്നെ നമ്മുടെ ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യണം. ഫ്രഷായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ NCR ട്രാവലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 17-18 ഡിഗ്രി തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. നല്ല മഞ്ഞുണ്ട്. മഴ പെയ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ കുറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ കാണാം നമുക്ക് ബാക്കി വീഡിയോ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കറിയുണ്ട്. ഇതൊരു സ്പെഷ്യൽ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. പൂരിയുണ്ട്. പിന്നെ സ്വന്തം ചായപ്പൊടിയും കൊണ്ടുള്ള ചായ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് കുടിച്ച് നോക്കിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ സംതിങ് സ്പെഷ്യലാണ് ഇവരുടെ. അപ്പോൾ നമുക്ക് പൂരിയെ തുടങ്ങാം അല്ലേ? ഓക്കെ, 2 പൂരി. എൻ്റെ ഫേവറേറ്റ് മട്ടർ മിക്സ്. മട്ടറുണ്ട്, ആലു ഉണ്ട്, കിഴങ്ങുണ്ട്, ടൊമാറ്റോ, വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സ് കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പം ഞാൻ ഉണ്ടായി കഴിക്കുമായിരുന്നു. ഇവിടെ നമുക്ക് മട്ടർ കിട്ടും വല്ലപ്പോഴും ഒക്കെ. ഫ്രഷ് മട്ടർ കിട്ടത്തില്ല. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ പേര് അറിയില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇത് ആലു സബ്ജി കേട്ടോ. ആലുവിൻ്റെ സബ്ജിയാണ്. കിഴങ്ങിൻ്റെ സബ്ജി. പെട്ടെന്ന് എനിക്ക് പേരൊക്കെ പെട്ടെന്ന് മാറിപ്പോവും. കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ സബ്ജിയാണ്. കിഴങ്ങും ടൊമാറ്ററും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ മസാലയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റ് കേട്ടോ. ഗരം മസാല ചേർക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റോട്ടെ. ഞങ്ങളിന്ന് പുറത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയുണ്ടാ തണുപ്പ്? നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം 18 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണുപ്പ് ഇവിടെ. മഞ്ഞുണ്ട്, കാറ്റും കൂടെ ഉണ്ട്. കാറ്റുള്ളപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. എങ്കിലും നമ്മൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പം ഞാനിത് കഴിച്ച് ചേർത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് ഫോഗൊക്കെ മാറിയാലേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. തേയിലത്തോട്ടമൊന്നും കാണത്തില്ല. താഴത്തേക്ക് കണ്ടില്ലേ? ഒന്നും കാണത്തില്ല. ഒന്ന് മാറി നോക്കട്ടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇതുണ്ട് നമ്മുടെ ബംഗ്ലാവ് പുറകിലുണ്ട്. ഇന്നൊരു നരി എൻ്റെ ഒപ്പം ഉണ്ട്. ആരാന്നറിയോ? അതെ, ഒരു 1984 മോഡൽ ബുള്ളറ്റാണ് ഉള്ളത്. ഇത് എസ്റ്റേറ്റ് മാനേജർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ബുള്ളറ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രഭാകർജി ഇന്നത്തേക്ക് എനിക്ക് ഈ വണ്ടി തന്നേക്കുക. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഞാൻ എസ്റ്റേറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാണുന്ന കാഴ്ചകളെല്ലാം എന്നോടൊപ്പം നിങ്ങളും കാണുക. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കമൻ്റ് ഇടാൻ മറക്കരുത്. എന്നാൽ വിട്ടാലോ? അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഇദ്ദേഹം സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. ഈ എസ്റ്റേറ്റിൻ്റെ മൊത്തം മാനേജറാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചെയ്യാം. ഹലോ സാർ. ഹലോ. സാറിൻ്റെ പേരെന്ന്? ഹായ് എവരിവൺ. എൻ്റെ പേര് പ്രസാദ്. ഞാനിവിടെ വെൻറ്റുവർത്ത് എസ്റ്റേറ്റിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നീലഗിരീസിൻ്റെ സെൻട്രലായിട്ട് സിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ നെസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 100 വർഷം പഴക്കമുള്ള ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു പ്രൈം പ്രോപ്പർട്ടിയാണ്.
ഇത് ഏകദേശം എത്രത്തോളം ഏരിയ ഉണ്ടാവും കംപ്ലീറ്റ് എല്ലാം കൂടെ കൂടിയിട്ട്? ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 1361 ഹെക്ടറാണ്. അതിനകത്ത് 615 ഹെക്ടർ ചായയും ബാക്കി 40 ഹെക്ടർ കോഫിയുമാണ്. ബാക്കിയുള്ളത് നമ്മൾ എക്കോ ഫോറസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് നാച്ചുറലായിട്ടുള്ള ബേഡ്സ്, അനിമൽസ് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ തനതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. അവിടെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അവരുടെ ലൈഫും എസ്റ്റേറ്റ് വർക്കേഴ്സ് തമ്മിലുള്ള ഒരു അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഒത്തിരി വർക്കേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ പേർക്ക് ഇതൊരു അവരുടെ കുടുംബം തന്നെ ഇതുകൊണ്ടാണ് അവർ പോകുന്നത് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഏകദേശം എത്ര വർക്കേഴ്സ് ഉണ്ടാവുന്നത്? ഈ വെൻഡൂർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ചേരമ്പാടി ടൗണിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ചേരമ്പാടി ടൗണിലുള്ള ആൾമോസ്റ്റ് 75% ഓഫ് ദ പോപ്പുലേഷനും ഈ എസ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെയുള്ള ഈ ഷോപ്സും മറ്റു കാര്യങ്ങളും ബിസിനസ് എല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം പറയുന്നത് ഒരു 600-700 പീപ്പിൾസിൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഈ വെൻഡൂർ എസ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്കൊരു ലിമിറ്റഡ് കാര്യങ്ങളെ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേ ഉണ്ട്, എന്നാലും ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ? ഇവിടെ ഞങ്ങൾ ബേസ് ചെയ്യുന്ന ടീ ട്രയലാണ്. അപ്പോൾ വരുന്ന വിസിറ്റേഴ്സിന് ആദ്യം നമ്മുടെ ചായ ഫീൽഡിലേക്ക് കൂടെ കടന്നു പോകാം. അവിടെ നടക്കുന്ന പല ആക്ടിവിറ്റീസുകളും അവർക്ക് നേരിട്ട് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അവരെ ഫാക്ടറി വിസിറ്റാണ്. ഈ ഫാക്ടറി വിസിറ്റ് എന്ന് പറയുമ്പം അതിനകത്ത് പരമ്പരാഗതമായ രീതിയിലുള്ള ഓർത്തഡോക്സ് മാനുഫാക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഇപ്പോൾ ഈ വെൻഡോർത്തിൻ്റെയും ഹാരിസൺ സ്മാർട്ടിൻ്റെ ഒരു പ്രത്യേക ഒരു കൾച്ചറാണത്. അത് വന്ന് അനുഭവിക്കുന്നവർക്ക് വിസിറ്റേഴ്സിന് അത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും സാറിൻ്റെ വിലയേറിയ സമയം എനിക്ക് തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം തേയില കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതാ തേയില കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം പണ്ടതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്, ഇത് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഞാനത് കാണിച്ചു തരാം. ഗൈസ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഈ ഒന്നും പറയാനില്ല, പൊളിച്ചു. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ലോഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വണ്ടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ എല്ലാ സ്റ്റാഫിനും ബുള്ളറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു വേറെ നരിക്കുട്ടി ഇരിപ്പുണ്ട്, ഇത് കണ്ടോ, KLF 8761. വണ്ടികളോടുള്ള ഭ്രാന്ത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. എനിക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് പറിച്ച ലീഫ് വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ. അങ്ങനെ വന്ന തേയില അതേ ഇതിൽ വെച്ചിട്ട് ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെടുത്തിട്ട് ഇതിലേക്ക് വെക്കുന്നു. അവനങ്ങനെ പൊങ്ങിപ്പോവും. ഇത് അങ്ങനെ വന്ന് പ്രോസസ്സിങ്ങിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. സ്പ്ലെൻഡഡ് എയർ എന്ന് പറയും. ചൂടും കോൾഡ് കാലം മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കൂടെ അയക്കും. ഓക്കെ, ഇപ്പം കണ്ടോ കാത്തിടുന്നുണ്ടോ? കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇതിന്റെ മോയ്സ്ചർ റെഡ്യൂസ് ചെയ്യാം, ഒന്ന് എക്സ്റ്റേണൽ മോയ്സ്ചർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇത് ഓക്കെ അല്ലേ? ഇതിങ്ങനെ പിടിച്ച് ബ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ. ഒട്ടും മോയ്സ്ചർ ഇതിലുണ്ടാകാൻ ചാൻസ് കുറവാണ്. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ട 59-60 ആ റേഞ്ചിൽ ആയി. ഓക്കെ 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 ഓക്കെ. കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ മഴയായതുകൊണ്ട് 80% ഉണ്ട്. 80% ഉണ്ട്. 80% വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ കറണ്ടിലി എത്ര? 60
59 59 ഉണ്ട് 59 60 ഇപ്പോൾ നമ്മളുടെ പ്ലാൻ അതാണ്. ഓക്കെ 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 ഓക്കെ. ഇത് അതെന്താന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാ അറിയാം സാർ, നല്ല ലീഫും മോശമായ ലീഫും ഉണ്ട്. അതെ അതെ. അപ്പോൾ കോഴ്സ് കുറഞ്ഞ ലീഫ് നല്ല 35 മുതൽ 40 വരെ ശതമാനം കോഴ്സുള്ള ലീഫാണെങ്കിൽ നമുക്ക് 58 വെതർ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ 40ൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് 59 വെതർ. 45ൻ്റെ മുകളിലേക്ക് പോയാൽ 60. ഓക്കെ ഓക്കെ. അത് എന്താ കോഴ്സ് എന്ന് പറഞ്ഞാൽ സാർ, ലീഫ് ക്വാളിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സ്റ്റോക്ക് കൂടുതൽ വരാൻ പാടില്ല ഓക്കെ ഈ ഓക്കെ. ടൈപ്പിലുള്ള ലീഫുകൾ. ആ ആ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എടുത്തിട്ട് പോകാം അവർ വന്നേക്കും അല്ലേ? ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇത് എടുക്കും സാർ. ഓക്കെ ഓക്കെ. ഇത് റോളറിലേക്ക് നേരെ കളക്ട് ചെയ്യാം. ഇത് ഫില്ല് ചെയ്ത് എടുത്തുകൊണ്ട് പോവാണ് ക്ലിയർ ആയതിനു ശേഷം. ഇപ്പോൾ അടുത്ത് നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുപോവാണ്. അതിലേക്ക് പോകണം. ഇതാ ഇറങ്ങി 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 പോകണം. ഇതാ മോളിൽ നിന്ന് അവരിട്ടത് ഇവിടെ വന്ന് അടുത്ത പ്രോസസ്സിങ്ങിലാണ്. ഇതുണ്ട്, ഒരു ചെറിയ തോതിലുള്ള ടെമ്പറേച്ചറിൽ ഇത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ കൈ കൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇതിന് മെഷീനൊക്കെ ആയി. കണ്ടോ, ആ ലീഫ് വന്നിട്ട് ഈ അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. അവിടെ നിന്ന് എടുത്ത് നെക്സ്റ്റ് കൊണ്ടുപോവുകയാണത്. ഇവിടുന്ന് അടുത്ത പ്രോസസ്സിങ്ങിനായിട്ട് ഇത് കണ്ടോ ചെറിയ ട്രോളിയിൽ തള്ളിക്കൊണ്ട് പോവാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന ചെറിയൊരു ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇത് ചെറിയ രീതിയിലൊരു ഫിൽട്ടർ ചെയ്യുകയാണ്. അപ്പോൾ ആ റോള് ഇത് കണ്ടോ, ഈ റോളറിൽ ചെറിയ രീതിയിൽ ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കും. അത് താഴേക്ക് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. വലിയ വലിയ പീസുകൾ ഇതിനകത്തേക്ക് വന്ന് വീഴുന്നുണ്ടോ. ആ ചെറുതെല്ലാം ഇതിൻ്റെ അടിയിൽ വന്ന് വീഴും. ഇതുണ്ടോ, ഇനി ഇതിനകത്ത് എടുത്തിട്ട് ഇത് റീസൈസ് ആക്കാനായിട്ട് നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് ഇത് എടുത്തുകൊണ്ട് പോവാണ്. പിന്നെയും അതേ സെയിം പ്രോസസ്സ് തന്നെ പിന്നെയും നടക്കുവാണ്. കണ്ടോ, ഇത് പണ്ട് ഇത് കൈ കൊണ്ടായിരുന്നു ഇങ്ങനെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെയിട്ട് റോള് പോലെ ആക്കുമായിരുന്നു, തിരുമ്മി തിരുമ്മി തിരുമ്മി. പക്ഷേ ഇന്ന് മെഷീനൊക്കെ വന്നതോടുകൂടി കൂടുതൽ അഡ്വാൻറ്റേജ് ആയി. അപ്പം നമ്മുടെ റോളിംഗ് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് അത് ഇങ്ങോട്ടേക്ക് വന്നേക്കുകയാണ്. അതിൻ്റെ സൈസൊക്കെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ഈ കാണുന്ന മുഴുവനും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കളറ്. അവിടെ ഇല പച്ച കളറിലായിരുന്നു, ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് എല്ലാം. കണ്ടില്ലേ, കണ്ടോ? അങ്ങനെ അത് റോളിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണിത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഡ്രയർ റൂമിലേക്കാണ്. ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്നുണ്ടോ, അതെല്ലാം കൂടെ ഡ്രയർ റൂമിലേക്ക് പോകും. നെക്സ്റ്റ് നമുക്ക് അത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്തിട്ട് ഡ്രൈ റൂമിലേക്ക് വിടുന്നത്. ഇത് ആക്ച്വലി ഡ്രൈയിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു 110 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഡ്രൈ ആയി വരുന്നതാണ്. ചായ കുടിക്കാൻ ഇത് മതി. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും പിന്നെ ഇത് ക്ലിയർ ആക്കുന്നുണ്ട്. അതിൽ ആവശ്യമില്ലാതെ കുറേ ബ്രൗൺ ആയിട്ടും സംതിങ് വേറെ ചെറിയ ചെറിയ പീസുകളൊക്കെ വരുന്നത് അത് വേർതിരിച്ച് പിന്നെയും എടുക്കും. ഇത് പക്ഷേ ഓക്കെയാണ്. ഇത് കണ്ടോ, ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇതങ്ങ് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അവിടുന്ന് വന്ന് വീഴുന്നുണ്ടോ. ഇതിനെക്കുറിച്ച് പ്രഭാകർജി പറഞ്ഞു തരും. അപ്പം എന്താണെന്ന് കേൾക്കാം. ഇതിനകത്ത് നമ്മൾ സംഭവിക്കുന്നത് വെച്ചാൽ വി ആർ റിമൂവിങ് ദ ഫൈബർ. ആക്ച്വലി ഈ ടീയിൽ പണ്ടേ നമ്മൾ പുള്ളി പറഞ്ഞില്ല ഇതിനകത്ത് ഫൈബർ സ്റ്റെൻസും ഉണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ ഫൈബേഴ്സിനെ റിമൂവ് ചെയ്യുക. അപ്പം ഈ മെഷീൻ്റെ പേര് ഫൈബ്രോമെറ്റാണ്. ഐ വിൽ ഷോ ദ ഫൈബർ ടു യു. ദിസ് ഇസ് ദ റിമൂവ്ഡ് ഫൈബർ സ്റ്റഫ് ഫ്രം ദ ടീ. ഇത് ഓർത്തഡോക്സ് ടീ മാനുഫാക്ചർ മാത്രമേ ഇങ്ങനത്തെ ഒരു സംഭവമുള്ളൂ. CPC ഇല്ല.
ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വന്ന് വേസ്റ്റുകളും ചെറിയ ചെറിയ നാരുകൾ വരെ കണ്ടോ, ആ ഇലയുടെ സൈഡിലുള്ള ചെറിയ ഫൈബറുണ്ട്, ആ ഫൈബർ വരെ തരം തിരിച്ചിട്ട് വരുന്നത് കണ്ടോ. ആവശ്യമില്ലാത്ത വേസ്റ്റും ഇലയുടെ ഉള്ളിലുള്ള നാര്, വെറും ഇലയും ഇത് മാത്രം ഇലയാണ് വരുന്നത് കണ്ടോ. ഇത് ഫുള്ള് പോകും. ഈ സംഭവം എല്ലാം ഈ രീതിയിലായിട്ട് തരം തിരിച്ച് വരും. ഇതെല്ലാം വന്നിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് ഇത് വേസ്റ്റാകും. അതിലും കുറേ വേസ്റ്റുകളും നല്ല നല്ല ചായപ്പൊടികളും ഇത് കണ്ടില്ലേ. ആ അതെ 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 ഇത് കണ്ടോ. ഇതിനകത്തും ഇത് വേറെ രീതിയിൽ വരുന്നതാണ്, സെയിം പ്രോസസ്സിങ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതിനകത്തും നല്ലതും മോശമുണ്ട്. ഇതും ഇനി വേറെ രീതിയിലേക്ക് പൊടിച്ച് പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പലതരത്തിലുള്ള പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവിടെ വന്നത് കൂടാതെ തന്നെ ഈ തരത്തിലും വരും. അപ്പോൾ അവർ വേറെ ഒരു പ്രോസസ്സിങ്ങിനായിട്ട് വിടുന്നതാണിത്. കയറിപ്പോകുന്നതാണ് അങ്ങോട്ട്. ഇനി വേറെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. പണ്ട് നമ്മൾ അരിയൊക്കെ പൊടിച്ച് അരിയൊക്കെ വേർതിരിച്ചിട്ട് അതിൽ നിന്ന് ഉമിയൊക്കെ വേർതിരിക്കുന്ന ഒരു തരം പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. അപ്പം അതേപോലെയുള്ളൊരു സംഭവമാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് എയർ സക്കിങ്ങിലൂടെ ചെയ്യുന്ന ഒരു തരം പ്രോസസ്സിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇതിങ്ങനെ വീഴുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ സക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയ പൊടികളെല്ലാം വന്നിട്ട് ഇതുണ്ടോ ഇതിലേക്ക് വീഴും. ബാക്കി ചെറിയ ചെറിയ തരികളൊക്കെ എയർ സക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടും. അങ്ങനെ പലതരത്തിലുള്ള പൊടികൾ വീഴുന്ന ഓരോ ബാഗേജാണിത്. ഇത് കണ്ടില്ലേ, ഏറ്റവും അതിലും ചെറുത്, അതിലും ചെറുത്, അതിലും ചെറുത് ഇവിടെ വന്ന് വീഴുന്നു, അതിലും ചെറുത് ഇവിടെ വന്ന് വീഴുന്നു. ഏറ്റവും ചെറിയ തരികൾ ഇത് കണ്ടോ വന്ന് വീഴുന്നുണ്ടോ. ഇതുണ്ടോ, നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എയർ സക്ക് ചെയ്ത് അകത്തേക്ക് വലിക്കുന്നുണ്ടോ. കുറേ ചായപ്പൊടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ. ഇത് വലിയ വലിയ തരികൾ ഇതിനകത്ത് വന്ന് വീഴുന്നു. അതുകൂടാതെ ചെറിയ ചെറിയ തരികൾ അകത്തേക്ക് എയർ സക്ക് ചെയ്ത് എയർ വലിച്ചെടുക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് പണ്ടൊക്കെ അരിയും ഉമിയും തമ്മിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പാറ്റി സെപ്പറേറ്റ് ആക്കിയല്ലായിരുന്നു. ആ ഒരു പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതുണ്ട്, ഇത് ഒരു തരം നമ്മൾ ഈ അരിപ്പകൊണ്ടൊക്കെ അരിക്കുന്ന ഒരു തരം പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സൈസിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ വലിയ സൈസ് ഇത് കണ്ടോ, ഇത് തമ്മിൽ ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. കണ്ടില്ലേ, ഇത് ചെറിയ സൈസ്, ഇത് വലിയ സൈസ്. കണ്ടോ, ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ അരിപ്പകൊണ്ട് പാറ്റുന്ന സെയിം പ്രോസസ്സിങ് തന്നെ അല്ലേ. അത് തന്നെ അതാണ് ഇവിടെ നടക്കുന്നത്. അതിങ്ങനെ സെപ്പറേറ്റ് വന്ന് വീഴുന്നു. ഏറ്റവും വലിയ തരി ഇതുണ്ട്, ഇവിടെ വന്ന് വീഴും. ഇവിടെ വീഴാനൊന്നും ഇല്ല. ഇത് ചെറുത്, ഏറ്റവും ചെറിയ പൊടി, അതിൽ വലുത് ഇത്. അതാണ് ഇവിടെ നടക്കുന്നത്. സെൻസ് റിമൂവ് ചെയ്യുന്നത് അല്ലേ. സെൻസ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ഈ ഒരു ബ്രൗൺ ഇതല്ലേ, ഇതെല്ലാം മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ്. ഓക്കെ. അപ്പോൾ ഇത് ഇൻപുട്ടാണ്, നല്ല ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ സ്റ്റിൻസ് റിമൂവ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ ബ്രൗൺ കളറും രണ്ട് കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നാരും ആക്ച്വൽ ശരിക്കുള്ള ആ ഒരു എന്താ പറയുക ചായപ്പത്തി പെട്ടെന്ന് എനിക്ക് ഹിന്ദി വേർഡ് വരും. അത് കണ്ടോ, അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കയറി പോകുന്നുണ്ടോ. ഇതിൽ പക്ക ചായപ്പൊടിയായിട്ട് വരും. ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള നാരും അതൊന്നും ഇതിനകത്ത് കാണിയില്ല. കണ്ടോ, ഇതേപോലെ ചായപ്പൊടി കിടക്കുന്നുണ്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റുന്നുണ്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് നോക്കി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കാണാം. ഇത് കണ്ടോ, മഞ്ഞ കളറൊക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പം അത് ഇവിടെ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പ്രോസസ്സിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 കിലോ ഇല വന്നു കഴിഞ്ഞാൽ അതിലൊരു 28% കിട്ടത്തുള്ളൂ അല്ലേ. 23%. അതിനകത്ത് നമ്മൾ ഈ സ്റ്റെംസ് ഫൈബർ പോകെങ്കിൽ നമുക്ക് 18% ടീയേ കിട്ടത്തുള്ളൂ. ഓക്കെ, 18% 100 കിലോ. അതായത് 100 കിലോ ടീ ലീഫ് വന്നു കഴിഞ്ഞാൽ വെറും 18 കിലോയാണ് ചായപ്പൊടിയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ പാക്കിംഗ് പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം.
ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാക്ക് എത്ര കിലോയുടെ ഇത്? 28 കിലോ. 28 കിലോ. ഓക്കെ ഓക്കെ ഓക്കെ. 28 കിലോയുടെ ബാഗിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിലൊരു കവറുണ്ട്, അതിന് പുറത്ത് വേറെ ഇതുണ്ട്. അപ്പോൾ ഇദ്ദേഹം പാക്ക് ചെയ്യുന്നതാണ്. ഇതുണ്ട്. വലിയ വലിയ ബാഗുകളിലാക്കിയിട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനു മുമ്പ് ഇത് പാക്കിങ്ങിനുള്ള ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ? ഇത് പ്ലാസ്റ്റിക് അല്ലേ? ഓക്കെ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ്. ഇത് വേറെ തരും. ലൈനറാണ്. കാരണം വെച്ചാൽ ഈ എപ്പോഴും ഈ മോയ്സ്ചർ കണ്ടന്റ് അകത്ത് നമ്മൾ കുറച്ച് 2.5 ഡ്രയറിൽ സെറ്റ് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് മാറാൻ പാടില്ല. അതൊരു നമ്മൾ ലൈനർ ഇട്ട് അത് കഴിഞ്ഞിട്ട് മേലിൽ ഈ ചാക്കും കൂടെ ഇട്ടിട്ട് പാക്ക് ചെയ്താണ് നമ്മൾ പുറത്തയക്കുന്നത്. ഓക്കെ ഓക്കെ. കണ്ടോ? ഈ ബാഗിൽ നിറയ്ക്കും. കേട്ടോ? പുള്ളി കറക്റ്റ് 28 കിലോ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. പുള്ളിക്ക് അറിയാമോ? അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കുറച്ചെടുത്തിട്ട്. ചാക്ക് 300 ഉണ്ടല്ലേ? ഇതെല്ലാം ഡിഫറെൻറ്റ് ഗ്രേഡുകളിലുള്ള ചായപ്പൊടികളാണ്. ഇതുണ്ട്. അതിൻ്റെ സൈസ് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുണ്ട്. ഇത് വേറെ തീരെ ചെറിയ തരി കേട്ടോ. ഇതുണ്ട്. ഇത് ഏറ്റവും വലിയ തരി ഉണ്ടോ? ഇതാണ് ശരിക്കുള്ള ചായപ്പൊടി എന്ന് പറയുന്നത്. ഫസ്റ്റ് നല്ല ഏറ്റവും ഇതിൽ നിൽക്കുന്നത്. അതിൽ ചെറിയ ചെറിയ തരികളാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. സെയിം പ്രോസസ്സിങ്ങിലൂടെ തരികളായിട്ട് വരുന്നത്. ഇതുണ്ട്. അതിൽ ചെറുതല്ലേ ഇത്? ഇതുണ്ടോ? ഇത് വലിയ വലിയ തരികളായിരുന്നു. ഇത് ചെറുത്. ഈ തീരെ ചെറിയ പൊടി. അപ്പം ഇവിടം വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഉള്ളത്. ഇത് ഫൈനലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചായപ്പൊടി തയ്യാറായി. കണ്ട ആ കാണുന്ന തേയിലകളാണ് നമ്മൾ ഈ അകത്ത് വെച്ചിരിക്കുന്ന. അകത്തുനിന്ന് പൊടി അടിച്ചു കേട്ടോ. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടതാണ് എത്ര പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ ഒരു അവസ്ഥയിൽ അത് എത്തിച്ചതെന്ന് നിങ്ങൾ കണ്ടു. എന്നാൽ പിന്നെ നമുക്ക് ചായ ടേസ്റ്റ് ചെയ്യാൻ പോയാലോ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെ ഇത് കുടിച്ചു പോകണ്ടേ? സംഭവം എങ്ങനെയാണ്? നേരിട്ട് തേയില ഫാക്ടറിയിൽ ഞാനും ആദ്യമായിട്ട് വന്നിട്ട് ചായ ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് പ്രഭാകർജിയോട് നന്ദി പറയുകയാണ്. പുള്ളിയാണ് ഇതിനെല്ലാത്തിനും കാരണം. നമ്മളൊരു 3 മാസമായി 2 മാസം 3 മാസമായി അല്ലേ? 2 പ്ലാനിങ്ങിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് വയനാട് ഇതെല്ലാം വന്നത്. നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്ത്. പിന്നെ ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയി. ഞാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹം ബിസി ആയിപ്പോയി. കാരണം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൂറിസം പുള്ളിയുടെ കയ്യിലാണല്ലോ. ഈ ചേരമ്പാടി വലിയൊരു ടൂറിസം മേഖലയാക്കി മാറ്റാനായിട്ട് പുള്ളി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും അത് മാറ്റും അല്ലേ? തീർച്ചയായിട്ടും മാറ്റും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് കാണുന്നത്. ഞാനും ഇവിടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ ഈ ഒരു ഇതിനെക്കുറിച്ച്. ഞാനായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ ഒരു ടൂറിസം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഞാനായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരിലൂടെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അറിയാത്തവർക്കായിട്ട് ഇത് അറിയിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളും വന്ന് ശരിക്കും ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. നല്ലൊരു ഇതേപോലെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇതിൻ്റെ ഈ ഊട്ടിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമില്ലല്ലോ. ഇത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റല്ല, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ബാക്കി കാര്യം നമ്മൾ ചായ പിടിച്ചിട്ട് പറയാം അല്ലേ? ചില സംഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു കപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 118 ml ആണ്. ശരിക്കും ഈ ഒരു കപ്പാണ് 118 ml. ഓക്കെ. ഈ ഒരു കപ്പ് നമ്മൾ എക്സ്ക്ലൂസീവ് ടീ ടേസ്റ്റിംഗ് വേണ്ടി ഇതിപ്പം പുറത്ത് മാർക്കറ്റിൽ വേറെ ആരും യൂസ് ചെയ്യാറില്ല. ടീ ടേസ്റ്റിങ്ങിൽ ടീ പാക്കിൽ മാത്രമേ ഈ ഒരു കപ്പും ഇങ്ങനത്തെ ഒരു ബൗളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഉത്തിലിട്ടൊക്കെ. ഓക്കെ. ഇതിൻ്റെ ഈ കപ്പിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് എക്സാക്ട്ലി 118 ml പിടിക്കുന്ന ഒരു കപ്പാണ്. ബിയോണ്ട് ഇതൊരു നോൺ പോർസിലിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ഓക്കെ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ സിൽവർ ടംബ്ലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് നോർമൽ കപ്പ് ആൻഡ് സോസർ ആയിക്കോട്ടെ, നമ്മൾ ചായ ഒരു കണ്ടിന്യൂസ്ലി ബ്ലാക്ക് ടീ കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കറ പിടിക്കും ആക്ച്വലി. ഓക്കെ ഓക്കെ. പക്ഷേ ഈ കപ്പ് ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തതിനകത്ത് ഈ കറ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് ഇല്ല. ഓ ശരിയാ. അതാണ് ഈ ഒരു കപ്പിൻ്റെ. അതിന് വേണ്ടിയാണ് ഇതൊരു മിൽക്ക് വൈറ്റ് ഇതാണ്. ഇത് എത്ര ടൈം ടീ പ്രിപ്പയർ ചെയ്താലും അതിനകത്ത് കറ പിടിക്കത്തില്ല. ഓക്കെ ഓക്കെ. അത് അതിന് വേണ്ടിയാണ് ഈ ഒരു കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ്ലി നമ്മൾ ഒരു കപ്പ് ഓഫ് ടീക്ക് എത്ര ടീ ചായപ്പൊടി ക്വാണ്ടിറ്റി ഇടണം എന്ന് പറഞ്ഞ ഒരു കണക്കുണ്ട്. ഒരു കപ്പിൽ നമ്മൾ 3 ഗ്രാമാണ് ഇടേണ്ടത്. ഒരു കപ്പിൽ 3 ഗ്രാമാണ് ഇടേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ഈ ഇവിടെ ഒരു ട്രഡീഷണൽ ഫാക്ടറി ആയതുകൊണ്ട് സ്റ്റിൽ നമ്മൾ വി ആർ ഫോളോയിങ് ദ ഓൾഡ്
വെയിങ് ബാലൻസ് തന്നെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ 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 നൈസ്. ഇത് ശരിക്കും 3 ഗ്രാമാണ്. അതിനകത്ത് 3 ഗ്രാം എടുത്ത് ഇട്ടാണ് നമ്മൾ ഈ ചായപ്പൊടി ചായ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇത് 3 ഗ്രാം ഇതാണ്. 3 ഗ്രാമിൻ്റെ ചെറിയ 3 ബട്ടൺസ് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കേട്ടോ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇതൊരു വലിയ അറിവല്ലേ. പലർക്കും ചായപ്പൊടിയെ കുറിച്ച് അറിയത്തില്ല. എനിക്കും വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനൊരു ടീ ലവറും കൂടെയാണ്. ഓക്കെ, 3 ഗ്രാം അതിലേക്ക് ഇടുക. അതുപോലെ എല്ലാ ടീയും 3 ഗ്രാം ഇടണം. എല്ലാം 3 ഗ്രാം ഇടണം അല്ലേ? അത് വൈറ്റ് ടീ ആൻഡ് ഗ്രീൻ ടീ ആണ്. ആ ഫസ്റ്റ് ഇത് വൈറ്റ് ടീ ആണ്. ഓക്കെ, ഇത് വൈറ്റ് ടീ, ഇത് ഗ്രീൻ ടീ. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ അടിച്ചു. കാരണം പൊടിയാണ്. ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ നിന്നു. നിങ്ങൾക്കറിയാം എനിക്ക് ശ്വാസം മുട്ടും ലങ്സിന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സോ ഓക്കെ, നിങ്ങൾക്ക് കൊണ്ട് ഇത്രയൊക്കെ ചെയ്ത് തന്നില്ല പിന്നെ ഞാൻ എന്തൊരു വ്ളോഗറല്ല. സ്വർണ്ണം തൂക്കുന്നല്ലോ തൂക്കം 3 ഗ്രാം വെച്ചിട്ട്. അതെ, ശരിക്കും നമ്മൾ ഇതേപോലെ യൂസ് ചെയ്യണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇത് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ശരിക്കും ഞാനും കടുപ്പത്ത് ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ശരിക്ക് ചായപ്പൊടി ഇട്ടുണ്ടാക്കും. അങ്ങനെയൊന്നും പാടില്ല. എനിക്കുള്ളൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ടിൽ എനിക്ക് അതേ ഉള്ളൂ. നിങ്ങൾ വേറെ കമൻ്റ് ഒന്നും ഇട്ടേക്കില്ല, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നും ഇട്ടേക്കല്ലേ. അതെ അതെ അതെ, നല്ല രീതിയിൽ അത് കഴിക്കുന്നെങ്കിൽ നല്ലൊരു ഹാബിറ്റാണ്. കാരണം ചായ കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ചായയിൽ ഒറിജിനലിറ്റി, ചായപ്പൊടി തേയിലയിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ചായയിൽ ഇൻഫ്യൂഷൻ ശരിക്കും നമ്മൾ ചായ പ്രിപ്പയർ ചെയ്യുമ്പോൾ 5 മിനിറ്റ്സ് ഇൻഫ്യൂസ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി വെള്ളം ഹോട്ട് വാട്ടറിൽ എടുത്തു കെറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ വി നീഡ് ടു ടൈം നോട്ട് ചെയ്യാം. അടുത്ത 5 മിനിറ്റിൽ ഇതെടുത്ത് 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം അല്ലേ? ഓക്കെ, നമ്മൾ തിളപ്പിച്ച് വെച്ചതാണിത് ഓൾറെഡി കെറ്റിലിൽ. ഇതെല്ലാം ഇവരുടെ ടീ ഫാക്ടറിയിൽ ചെയ്തതാണ്. ഇത് മൂന്നാറുള്ളത് വൈറ്റ് ടീ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നത് അല്ലേ? മൂന്നാറിലെ ഫാക്ടറിയിൽ ചെയ്തത്. ഇത് ഗ്രീൻ ടീ പട്ടമല ടീ ഫാക്ടറി ഉണ്ട്, അവിടെ നിന്ന് ചെയ്തതാണ്. ഇതെല്ലാം ഇവിടെ മോങ്കില ടീ ഫാക്ടറി. ഇത് ഇവിടുത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഒരു എല്ലാ ടീയും കൂടെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ടീ ടേസ്റ്റിങ്ങിന് കൊടുക്കുന്നത്. അതെ അതെ അതെ. വരും നമ്മൾ വീട്ടിൽ ഒരു ചായ അതുപോലത്തെ ഒരു ചായ ടേസ്റ്റിംഗ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ വൈറ്റ് ടീ എങ്ങനെയുണ്ട്, ഒരു ഗ്രീൻ ടീ എങ്ങനെയായിരിക്കണം, അല്ല CTC ടീ എങ്ങനെയായിരിക്കും, ഒരു ഓർത്തഡോക്സ് ടീ എങ്ങനെയായിരിക്കും, ഇതിൻ്റെ ഒരു എല്ലാ കമ്പൈൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലോട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഇത് എല്ലാം മേടിക്കാവുന്നതാണ്. ഇവിടെ ഒന്നും കെമിക്കലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു എക്സ്ട്രാ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നതോ ഒരു പൊടിയോ ഒരു കളറോ. നിങ്ങൾക്ക് ഞാൻ ലൈവ് കാണിച്ചു തന്നു, സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ഇവിടെ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് കമ്പനിയുടെ പേര്, ഹായ്സൺ ഹെറിറ്റേജ്. 1857 സ്ഥാപിതമായത്. ഈ ഹോൾ ഇവിടെ വന്നല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ വെച്ചിരുന്നത് എടുത്തല്ലേ ചായപ്പൊടി. ഈ ക്വാളിറ്റി ടേസ്റ്റിങ്ങിൽ പാർട്ടായിട്ട് ഇതും കൂടെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ആ സ്റ്റഫ് നമ്മൾ പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. കാരണം ആഫ്റ്റർ ഇൻഫ്യൂഷൻ ആ സ്റ്റഫിൻ്റെ കളർ എങ്ങനെയുണ്ട്, ഏത് കളറിൽ ഉണ്ടാകണം, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നോംസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഗ്രീൻ ടീ എടുത്തപ്പോൾ കണ്ടോ അതിൻ്റെ കളർ. ഇത് വൈറ്റ് ടീ. വലിയ കളർ വ്യത്യാസമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ? ഇത് മാറി കഴിഞ്ഞപ്പോൾ ഇത് റോ ടീ ആഫ്റ്റർ ലിക്വിഡ് കറക്റ്റ് ഒന്ന് അതിനകത്ത് വേറെ സെഡിമെൻറ്റ് കാണാൻ പാടില്ല.
ടീ ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഈ ടീ ആയിരുന്നത്. ഇതായിരുന്നു ചായപ്പൊടി. അത് ചായ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതാ ഈ ചായപ്പൊടി ആയിരുന്നത്. ചായ എടുത്തു കഴിഞ്ഞപ്പം ഇതാ പ്രീമിയം ഓർത്തഡോക്സ് ടീ അല്ലേ, അതിതാണ് ഇതിവിടെ ഉണ്ടാക്കുന്നതാണ്. CTC ഡസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചായ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് ചായയുടെ കളറിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇത് നമ്മുടെ ഗ്രീൻ ടീ ആണ്, ലോങ് ലീഫ് ഗ്രീൻ ടീ. അതാണ് ഈ സാധനം. ചായ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ ഇതാണ് ചായ. ഇത് നമ്മുടെ വൈറ്റ് ടീ. ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ഒന്നുമില്ല. ഈ ചായ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ നമ്മൾ ആദ്യം വെള്ളത്തിനെ ഇങ്ങനെ സക്ക് ചെയ്ത് പിന്നീട് സ്പ്രെഡ് അക്രോസ് ദ മൗത്ത്. ഓക്കെ, നമ്മൾ ഈ ടേസ്റ്റ് ബഡ്സ് എല്ലാം അത് ടേസ്റ്റ് ചെയ്ത് നമ്മൾ ആക്ച്വലി പിന്നെ ആ ലിക്വിഡിനെ തുപ്പി കളയണം. കാരണം വെച്ചാൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത ടീയുടെ ടേസ്റ്റ് പിടികിട്ടണമെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുടിച്ച ടീ ആണ് നമ്മുടെ ഒരു പെർമനന്റ് ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അടുത്ത ടീയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മളത് തുപ്പി കളയണം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ എടുത്തിട്ട് ഇതൊരു സ്പിറ്റൂണാണ്, ടീ ടേസ്റ്റും കൂടെ സ്പിറ്റൂണാണ്. നിങ്ങൾ കുപ്പി കളയണം. ഇപ്പൊ ഞങ്ങൾ രണ്ടാമത് ടീ കുടിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം കാണാം. അപ്പം ഞാൻ കുടിച്ചോട്ടെ. നമ്മുടെ ജിൻസാണ് ക്യാമറാമാനായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സക്കയാണ്. ഇതിന് പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. അടുത്ത ടേസ്റ്റ് അപ്പോഴേ ഇഫക്റ്റിലുള്ള ഡിഫറൻസ്. അവിടെ നിങ്ങൾ കുടിച്ചത് DTC ആണ്. അടുത്തൊരു ഓപ്ഷൻ കണ്ട നല്ല ഫ്ലേവർ ആയി. I like it. CTC dust. And this is CTC dust. ചെറിയൊരു bitterness കാണും. And again, Green. yeah, long leaf green tea. സംസാരിക്കാനില്ല. Pure mild actually. And then this is white tea. The coffee tea also. Yeah. ഭയങ്കര mild ആണ്. അത് ഞാൻ ഇറക്കി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതും ദെൻ വൈറ്റ് ടീ അല്ലേ. ഗ്രീൻ ടീ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത് കുടിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് മൂന്നാമത്തതും ലാസ്റ്റ് വൈറ്റ് ടീ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഒരു ടീ ടേസ്റ്റിംഗിൽ ശരിക്കും നമ്മൾ ആ ഡിഫറൻസ് ഓരോ സിപ്പിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ സ്പൂണിലും നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ, ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഒരിക്കലും വാക്കുകളിലൂടെയോ വീഡിയോയിലൂടെയോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ വന്ന് സ്വയം ടേസ്റ്റ് ചെയ്യുക. അപ്പം താങ്ക് യു. ശരിക്കും കേട്ടോ, അടിപൊളി. കഴിച്ചാൻ കുടിച്ചിട്ട് അവൻ്റെ മോൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടുത്തതിൽ ഞാൻ കുടിക്കുന്നത് കാണിച്ചു തരാതെ. അവൻ്റെ മുഖം നോക്കണേ, എടുക്കണ്ടാന്ന്. അതാണ് ശരിക്കും ഇവിടെ വന്നിട്ട് നിങ്ങളത് കുടിച്ചു പോകണം കേട്ടോ. എനിക്കത് വാക്കുകളിലൂടെ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നോക്കി അടുത്ത് പോയിക്കോളെ. കയ്പല്ലേ, പെട്ടെന്ന് മാറാണ്. ഇത് കുടിക്കും, ഗ്രീൻ ടീ കുടിക്കട്ടെ. അപ്പൊ അവന്റെ മുഖം കാണിച്ചു തരാം.
വൈറ്റും കൂടി ഉണ്ട്. ദെൻ വൈറ്റ്. എനിക്കത് ഇഷ്ടപ്പെടാൻ സാധിക്കും. യാ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? ശരിക്കും ഇത് കണ്ടോ നിനക്ക്? വൈറ്റ് വേണ്ടേ? ഓക്കെ, ചിയേഴ്സ്. വേറൊന്നും വിചാരിക്കരുത്, നമ്മൾ ചായ കുടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് കേട്ടോ. വളരെ മൈൽഡായിട്ടുള്ള ചായയാണ് ഇങ്ങനെയാണ് കുടിക്കേണ്ടത്. ബാക്കി നീ കുടിക്കുന്നില്ല. ഒരു മാത്രമേ ഉള്ളൂ. അടിപൊളി. ഇത് ചൂടിലും കുഴപ്പമില്ല. നൈസ്. നൈസ് എക്സ്പീരിയൻസ്. ജോൺസൺ മാഷുടെ പാട്ടും കൂടി ഉണ്ടായിരുന്നല്ലോ, അടിപൊളിയാണ്. ചെറിയ മഴ, ചെറിയ തണുത്ത കാറ്റ്, അടിപൊളി ചായ. പാട്ട് നിങ്ങൾ പാടിക്കാം, ഞാൻ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും. അടിപൊളി. ഗൈസ്, ഈ ഒരു സംഭവം ഇല്ലേ, ഈ വൈറ്റ് ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. ഇത് 100 ഗ്രാമിന് എത്ര 1500 വരുന്നുണ്ടല്ലേ, 1500 വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വേറെയാണ്. ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സംഭവം ഇത് തന്നെയാണ്, ഇതിൻ്റെ പ്രോസസ്സിങ് വേണം അല്ലേ? എങ്ങനെയാണ് അത് വൈറ്റ്? വൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ടീ ബഡ്സ് ആണ്. ആ ബഡ്സിന് നമ്മൾ സെപ്പറേറ്റ് ആൾക്കാരെ വെച്ച് ബഡ് മാത്രമേ പ്ലക്ക് ചെയ്ത് വിത്തൗട്ട് ഡാമേജിങ് അതിനെ നമ്മൾ അണ്ടർ ഇൻഫ്രാറെഡിലും സൺലൈറ്റിലും ഡ്രൈ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ അതിൻ്റെ ജനറലി കോസ്റ്റ് കൂടാൻ വൺ മോർ റീസൺ ബിഹൈൻഡ് ആക്ച്വലി അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. നോർമൽ ബ്ലാക്ക് ടീക്ക് ആക്ച്വലി ഒരു വർക്കർ ഒരു 65 kg പെർ ഡേ പ്ലക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി വെറും 300 ഗ്രാമേ പെർ ഡേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ 23% ഔട്ട്. അതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. അത് 65 കിലോ പ്ലക്ക് ചെയ്യുന്നത് 300 ഗ്രാം പെർ ഡേ പ്ലക്ക് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ്. പിന്നെ ഹൈലി ഹെൽത്ത് കോൺഷ്യസ് ആണ്. അത് നമുക്ക് ടേസ്റ്റിൽ തന്നെ കുറേ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ടേസ്റ്റും ഇതിൻ്റെ ഇത് കുടിച്ചിട്ട് ഇതിൽ സ്ഥിരം കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ചായ കുടിക്കില്ല അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുന്നതും അതിലെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മൾ കണ്ടു. അപ്പം അത് മാത്രമല്ല, വിവിധതരം ചായ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത്. കാരണം മറ്റുള്ളവർ കുറേ പറഞ്ഞു തന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. എനിക്കും ഇതിപ്പോൾ പറഞ്ഞു തന്നിട്ട് ഇന്ന ടേസ്റ്റാണെന്ന് പറഞ്ഞു തന്നത് ആ ഒരു ടേസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അത് സ്വയം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ അത് പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.